ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 18th ആണ് കേട്ടോ. നമ്മുടെ ടൈം ഇപ്പോൾ വന്നിട്ട് 9:45 അപ്പം നമ്മൾ പ്രോഗ്രാമിനൊന്നും പോവുമല്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് മാസ്റ്റർ രാവിലെ വന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം, ട്രെയിൻ വഴിയാണ് പോകുന്നതെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കാർ ഇതുവരെ റെഡി ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ മാസ്റ്റർ നമ്മുടെ കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുവരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. പൊതുവേ എനിക്ക് ട്രെയിനിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഓമ്നിയിലാണ് ഉള്ളത്. നമ്മൾ നിൽക്കുന്ന എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, റെയിൽവേ സ്റ്റേഷൻ സേലത്തിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ 2-3 ദിവസം കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ കൂടെയുള്ള ചേച്ചി തിരിച്ച് വീട്ടിലേക്ക് പോയി ഇന്നലെ. അപ്പോൾ പിന്നെ നമ്മൾ മാത്രം അവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും കൂടി ഉണ്ടെങ്കിലാണ് പ്രോഗ്രാം നമുക്ക് എടുക്കാനും ചെയ്യാനും പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കാരണം തന്നെ ഏകദേശം 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതെന്നാണ് മാസ്റ്റർ പറഞ്ഞത്. അത് കാരണം തന്നെ നമ്മൾ തിരിച്ചു പോവാം, ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരുന്നുണ്ടെങ്കിലും അത് നമ്മുടെ പൈസയ്ക്കാണ് ടിക്കറ്റ് എടുത്ത് തരുന്നത്. ശരിക്കും തിരിച്ചു പോകുന്നതിൻ്റെ ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റിയും അതുപോലെ ചിലവും എല്ലാം നോക്കേണ്ടത് ഇവരാണെങ്കിലും നമ്മളതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് മാസ്റ്ററിൻ്റെ വഴിക്ക് പോയിട്ടോ. ഗൈസ്, ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ പോകുന്നത്. എവിടെ പോയിട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ പ്ലാറ്റ്ഫോം 4ലാണ് നമ്മുടെ ട്രെയിൻ വരുന്നതെന്ന് പറഞ്ഞു. സമയം ഇപ്പോൾ 11 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ ട്രെയിൻ നമുക്ക് ലൊക്കേഷൻ നോക്കാനുള്ള ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇവിടെ 11:10, 11:01, 11:05 എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വളരെ ടെൻസ്ഡാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രമാത്രം ടെൻസ്ഡ് ആണെന്നുള്ളത്. നമ്മളെ വേഗം കൊണ്ട് ഇവിടെ പട്ടിക്കുഞ്ഞുങ്ങളെയും പൂച്ചിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് കളയുന്ന പോലെയാണ് നമ്മളെ കൊണ്ട് കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിലും ഈ ട്രെയിനാണ് കാണിക്കുന്നത്. ട്രെയിനിൻ്റെ പേരൊന്നും നമ്മുടെ ടിക്കറ്റിലില്ല കേട്ടോ. മാത്രമല്ല നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളത് ഞാൻ പറയണ്ടല്ലോ, 2nd ക്ലാസ്സിലാണ് ഗൈസ്. അപ്പോൾ 2nd ക്ലാസ്സിലാണെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ട്രെയിൻ ഇങ്ങനെ നീളത്തിൽ പോവുകയാണ്, നോക്കുമ്പോൾ 2nd ക്ലാസ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഓടിച്ചാടി നമ്മുടെ 2nd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിപ്പാണ്. അപ്പോൾ നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കയറിയപ്പോഴേ നമ്മുടെ സീറ്റെല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മളീ നിൽക്കുന്ന വഴിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനും കുഞ്ഞാറ്റി ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. ഒട്ടും സേഫ് അല്ലാത്തൊരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈങ്കിളിക്ക് എന്തായാലും അവിടെ സീറ്റ് കിട്ടി. ഇപ്പം അങ്ങനെ നമ്മൾ സേഫാക്കി. പക്ഷെ ഞാനും കുഞ്ഞാറ്റിയും ഈ ഒരു നിപ്പാണ് കേട്ടോ. നിൽക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഭയങ്കര റിസ്ക്കാണ് ഗൈസ് ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്. കാരണം പല ടൈപ്പിലുള്ള പീപ്പിൾസാണ് ഉള്ളത്. അങ്ങനെ ഒരാൾ എഴുന്നേറ്റപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, എല്ലാവരുടെ നോട്ടും അതും ഇതും കൂടെ സഹിച്ച്. സത്യം പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നത് എന്തൊരു മാനസികാവസ്ഥയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനൊരു എന്താ പറയുക, 2nd ക്ലാസ്സിലാണ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത്. വേഗം കൊണ്ട് കയ്യിൽ ടിക്കറ്റ് വന്നിട്ട് നിങ്ങൾ പൊക്കോളേ എന്ന് പറഞ്ഞ് നമ്മളെ ഇട്ടിട്ട് ഓടിപ്പോയി. അങ്ങനെ ഒരു സ്ഥലം എത്തി. ഇപ്പം നമ്മുടെ സേലത്തിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാടിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോയമ്പത്തൂർ എത്തിയ ആ ഒരു ടൈം, അവിടെ എത്താനായൊരു സമയത്ത് നമുക്ക് എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട് നമ്മുടെ കോയമ്പത്തൂരിലേക്ക്. അപ്പം കോയമ്പത്തൂരിൽ നിന്ന് കുറച്ചേ ഉള്ളല്ലോ പാലക്കാട്. അപ്പോൾ പാലക്കാട്ടിൽ വേഗം എത്താലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വന്നിട്ട് കോയമ്പത്തൂർ ജംഗ്ഷനിൽ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗായ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുക എന്തിനാണ് എല്ലാവരും ഇറങ്ങിപ്പോയത്, ആ ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ട്രെയിനിലുള്ളത്. അങ്ങനെ നമ്മൾ കുറേ നേരം ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും തന്നെ ഇപ്പം കണ്ടില്ലേ, സീറ്റ്സ് എല്ലാം കാലിയാണ് കേട്ടോ. ഇത്ര നേരമായിട്ട് നമ്മുടെ മാസ്റ്റർ നമ്മളെ വിളിച്ചൊന്നും അന്വേഷിച്ചിട്ട് പോലും ഇല്ല നമ്മൾ എവിടെ എത്തിയെന്നും എന്തായിന്നൊന്നും. അതുപോലെ ഇത്രയും നേരമായിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അത് പറഞ്ഞ പാടെ പെട്ടെന്ന് അവിടുന്ന് പാക്ക് ചെയ്ത് ഇറങ്ങുമായിരുന്നു. ഒരു വിധത്തിലാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ട്രെയിൻ മുമ്പോട്ടല്ല കേട്ടോ, പുറകോട്ടാണ് പോകുന്നത്.
ലൊക്കേഷൻ നോക്കിയപ്പം കോയമ്പത്തൂരിന് ബാക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഡൗട്ട് വന്ന സമയത്ത് നമ്മൾ മാസ്റ്ററിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തെറ്റായ ട്രെയിനിലാണ് നമ്മൾ കയറിയിട്ടുള്ളതെന്ന്. ഗായ്സ്, അങ്ങനെ നമ്മൾ രാവിലെ 11 മണിക്കാണ് ട്രെയിനിൽ കയറിയിരുന്നത്. ഇപ്പം സമയം വന്നിട്ട് ഒരു 6 മണിയായി. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു ദിവസം മുഴുവനും നമ്മൾ ഈ ട്രെയിനിലായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ട്രെയിനിന് നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് സേലത്ത് നിന്ന് നമ്മൾ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എവിടെ വന്നിറങ്ങി? സേലത്ത് വീണ്ടും വന്നിറങ്ങി. അപ്പോൾ വന്നിറങ്ങിയ പാടെ നമ്മൾ മാസ്റ്ററിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പ്ലാറ്റ്ഫോം നമ്പർ 5 വരാൻ. ഗായ്സ്, അപ്പോൾ ഉത്തരവാദിത്തം ഉള്ള ഒരു മാസ്റ്റർ ആണെങ്കിൽ ശരിക്കും നമ്മളെ കറക്റ്റ് ട്രെയിനിൽ കയറ്റി വിടേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ തീരെ അതില്ല എന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ വലിച്ചു കയറി അടുപ്പിൽ വെക്കാനാണ് നമുക്ക് തോന്നിയത്. കാരണം അത്രമാത്രം നമ്മൾ ആ ട്രെയിനിലിരുന്നിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നും കഴിച്ചിട്ടുമില്ല, ഒന്നും കുടിച്ചിട്ടുമില്ല. അങ്ങനെ വെള്ളം വാങ്ങി കുടിച്ചു. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 5 പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 5 നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിയും ട്രെയിനിൽ തന്നെ ആയിരിക്കും പോകുന്നതെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം മുഴുവനും ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിനിനോടുള്ള ഇഷ്ടം മുഴുവനും പോയി. അത് മാത്രമല്ല, ട്രെയിനിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ തന്നെ നമ്മുടെ തലയെല്ലാം തട്ടിപ്പോകുന്ന അവസ്ഥയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ രണ്ടാമതും എറണാകുളം എക്സ്പ്രസ്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് കൊച്ചിയിലേക്കാണ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മാസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ മുകളിലായിരിക്കുന്നത്. താഴത്തെ കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. മുകളിലാണെങ്കിൽ നമുക്ക് ഒട്ടും ഇരിക്കാൻ പറ്റില്ല. കാരണം മുകളിൽ സീറ്റല്ല കേട്ടോ ഉള്ളത്. പകരം നമ്മൾ ഇരിക്കുന്ന ഇത് കണ്ടില്ലേ, ഇതാണുള്ളത്. അത് കാരണം നമുക്ക് ഇരിക്കാമെന്ന് പറയുന്നത് തീരെ കംഫർട്ടബിൾ അല്ല. ട്രെയിനിൽ ശരിക്കും ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. അതുപോലെ സെക്കൻഡ് ക്ലാസ്സിലുള്ള ഒരു മനുഷ്യരാണെന്ന് ഓർത്താൽ കൂടെ നല്ല കാര്യം. കാരണം നമുക്ക് താഴെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുകളിലത്തെ സീറ്റിലിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കയറിയ ട്രെയിനിൽ എന്തായാലും മുകളിലത്തെ സ്ഥലം സീറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിനിൽ അതല്ല കേട്ടോ അവസ്ഥ. നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ താഴെ നമ്മൾ സീറ്റ് കിട്ടിയാൽ ഇരിക്കാമെന്നാണ് ഓർക്കുന്നത്. അപ്പം മുകളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാലും കൈ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും കറക്റ്റ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഗൈസ്. അത്രയും ബുദ്ധിമുട്ടാണ് ഗായ്സ്. ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ജംഗ്ഷനിൽ ഒരുപാട് പേര് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് താഴേക്ക് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ താഴെയാണ് ഇരിക്കുന്നത്. നമ്മുടെ പൈങ്കിളിയും കുഞ്ഞാറ്റി ഇപ്പം മുകളിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഗായ്സ്. അപ്പം എൻ്റെ കയ്യിൽ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ചിക്കൻ ബിരിയാണി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ട്രെയിനിലെ ഫുഡിൻ്റെ കാര്യമൊന്നും ഞാൻ നിങ്ങളോട് കൂടുതൽ പറയണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അത് മനസ്സിലാകും. അങ്ങനെ നമ്മൾ ആ ഫുഡിൻ്റെ പാക്കറ്റ് ഇപ്പം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഗായ്സ്, ഇപ്പം നമുക്ക് ഈ ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാസ്റ്ററിൻ്റെ കൂടെ വന്ന മാസ്റ്ററിൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ. ഗായ്സ്, ഇപ്പം നമ്മുടെ ഫുഡ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അതുപോലെ തന്നെ ഫുഡ് ഓപ്പൺ ചെയ്ത പാടെ ഞാൻ ദൈവത്തിനോട് ഫസ്റ്റ് പ്രാർത്ഥിച്ചത് നമുക്ക് ആർക്കും ഈ ഫുഡ് കഴിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്നാണ് കേട്ടോ. നല്ല വിശക്കൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും ഒരു സ്പൂൺ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടിട്ടും സ്മെല്ല് വന്നിട്ടൊന്നും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ ഞാൻ ഒരു സ്പൂൺ ഇപ്പോൾ വായിലേക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിനെന്ത് കോംപ്ലിമെൻ്റാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഫുഡൊന്നും ഒരിക്കലും ഇതിനെ വിളിക്കാൻ പറ്റില്ല. അത്രയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ 2 സ്പൂൺ കഴിച്ച് നമ്മുടെ ഫുഡ് തിരിച്ച് പാക്ക് ചെയ്ത് അതുപോലെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ മാസ്റ്ററിൻ്റെ കൂടെ വന്ന ഫ്രണ്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒരാളുടെ കയ്യിൽ നിന്നൊരു ഫോൺ വാങ്ങി നമ്മളെ കാണിച്ചു തരാണ്. ഇത്രയും ചെറിയൊരു സെൽഫോണാണ് കേട്ടോ അത്. അപ്പോൾ അത്രയും ചെറിയ ഫോൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ പൈങ്കിളിയാണ്. ഓപ്പോസിറ്റ് എൻ്റെയും പങ്കിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ കുഞ്ഞാറ്റി ഇരിക്കുന്നത്. ഗായ്സ്, ഇപ്പം നമ്മുടെ ആ അങ്കിൾ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഫോൺ. അപ്പോൾ ഈ അങ്കിളാണ് നമ്മുടെ മാസ്റ്ററിൻ്റെ ഫ്രണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ട്രെയിനിലിരിക്കുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും നോക്കി കൊല്ലുമായിരുന്നു കേട്ടോ. ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടായിരുന്നു.
അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ കൊച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. എൻ്റെ ഗായ്സ്, നമ്മളത് അനുഭവിച്ച കാര്യങ്ങൾ എനിക്കറിയില്ല. ഓരോ സെക്കൻഡും കടന്നു പോകാൻ വേണ്ടി നമ്മൾ 3 പേരും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത്രമാത്രം നമ്മളെ നോക്കി എന്താ പറയുക എനിക്കറിയത്തില്ല, അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് വലിയൊരു ട്രോമ പോലെയായിരുന്നു കേട്ടോ. എനിക്കത് ഓർക്കാനേ വയ്യ. എനിക്കറിയില്ല ഞാൻ ഇനി ഇതിൽ കൂടുതൽ ഇനി എന്താ പറയേണ്ടതെന്ന്. അങ്ങനെ നമ്മുടെ സമയം 1 മണിയെല്ലാം കഴിഞ്ഞു. നമ്മൾ റെയിൽ പാളത്തിൽ കൂടെയാണ് നടക്കുന്നത്. ഇവിടുന്ന് ചെറിയ ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ആ വഴിയാണ് നടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വല്ല ട്രെയിനും വരുമോ എന്നുള്ളത്. അത് ഞാൻ നമ്മുടെ കുഞ്ഞാറ്റീനോടും പൈങ്കിളിനോടും ഇങ്ങനെ പറയുകയോ ചെയ്തു. അങ്ങനെ നമ്മൾ ആ നടക്കുന്ന സമയത്ത് നമ്മൾ നടന്നുകൊണ്ടിരുന്ന പാളത്തിൽ കൂടിയാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേഗം ഓടി മാറി. ട്രെയിനിലിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പിൽ തല വെക്കുന്നതാണ് ഗൈസ് ഏറ്റവും നല്ല കാര്യം. അതാണ് ഏറ്റവും നല്ല കാര്യം. ജീവനുണ്ടെങ്കിൽ ട്രെയിനിൽ കയറരുതെന്ന് ഒറ്റപ്പാടെ ഞാൻ ഇതിലൂടെ പഠിച്ചു. എൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ ജേണി ഇങ്ങനൊരു ജേണിയാണെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മാസ്റ്റർ മാത്രമാണ് കേട്ടോ. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ അത് നമുക്കില്ലെങ്കിൽ ഇത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. തെറ്റായി എടുത്തൊരു തീരുമാനമായിരുന്നു ഉത്തരവാദിത്തം ഇല്ലാത്ത ഡാൻസ് ക്രൂവിൻ്റെ കൂടെ നമ്മൾ വരിക എന്നുള്ളത്. ആ ഒരു ഒറ്റപ്പാടാണ് നമ്മൾ ഈ ഒരു ട്രാവലിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഇപ്പം നമ്മൾ അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. നമ്മുടെ KSRTCൻ്റെ ബസ് തന്നെയായിരുന്നു. സ്വിഫ്റ്റ് അല്ലായിരുന്നു നമ്മുടെ ബസ് വന്നിട്ട്. നല്ല സൂപ്പർ കൂളായിട്ടുള്ള ബസ്സായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ ബാഗ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബാഗിൻ്റെ ഇടയ്ക്ക് വേറെ വലിയൊരു ബോക്സ് ഇരിപ്പുണ്ട്. അത് വേറൊരാളുടെയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടായി നമ്മളോട് പറഞ്ഞു ഞാൻ എൻ്റെ ബാഗ് അടിയിൽ വെക്കാം, അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ബാഗ് വെച്ചാൽ മതി, അപ്പം നനയില്ലാന്ന്. നല്ല മനുഷ്യരും ഉണ്ടെന്ന് അപ്പം മനസ്സിലായി, ചെറിയൊരു കാര്യമാണെങ്കിലും. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിപ്പം നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ വന്ന ബസ്. അങ്ങനെ നമ്മൾ ചെന്ന പാടെ നമുക്കിതാ KSRTC ബസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വയനാട്ടിലേക്കുള്ളത്. അങ്ങനെ നമ്മൾ സമാധാനത്തോടെ നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ബസ് ഇഷ്ടമാണ്. അതുപോലെ എന്താ പറയുക, ബാക്കിയുള്ള വെഹിക്കിൾസ് എല്ലാം ഒരുവിധം എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമില്ലാത്ത ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ട്രെയിൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം നരകയാതന അനുഭവിച്ചിട്ടാണ് നമ്മളിപ്പോൾ ബസ് കയറിയിരിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പം അത് സംഭവിച്ചതാണോ എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഒരു ട്രോമയാണ് കേട്ടോ. അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രമാത്രം നമ്മൾ ആ ട്രെയിനിൽ നിന്ന് അനുഭവിച്ചു. അത് നമ്മൾ 3 പേരും അനുഭവിച്ചു. ഇങ്ങനെയൊന്നും ആർക്കും ഒരിക്കലും സംഭവിക്കില്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഇതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ മാസ്റ്ററാണ്. അപ്പം മാസ്റ്ററിനോട് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പണിക്ക് നിൽക്കരുത്. ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ബുദ്ധിമുട്ടിച്ച് അവർ മനസ്സറിഞ്ഞ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചതിൻ്റെ കൂലി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, ഇപ്പോൾ ജീവനോടെ നമുക്ക് ട്രെയിനിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ ഓർത്ത കാര്യമല്ല. അങ്ങനത്തെ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. ഭാഗ്യത്തിന് നമുക്ക് ജീവനോടെ സേഫായി നമ്മുടെ ദൈവം, എല്ലാവരും, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇഷ്ടമുള്ളവരുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരം കയറി കഴിയാനായിട്ടോ. അപ്പം നമ്മുടെ വയനാട്ടിലേക്ക് നമ്മളെത്തി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും അനുഭവിച്ചിട്ടാണെങ്കിലും തിരിച്ചിവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാവൽ എൻ്റെ ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഡെഡിക്കേഷനും നമ്മുടെ കയ്യടികളെല്ലാം കൊടുക്കേണ്ടത് നമ്മുടെ മാസ്റ്ററിനാണ് കേട്ടോ. കാരണം ഇത്രയും നല്ലൊരു ജേണി നമുക്ക് സ്പോൺസർ ചെയ്തതിൽ അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ചുരം നമ്മളിതാ ഇങ്ങനെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ഹാഫ് സമാധാനമായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ വയനാടിൻ്റെ താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്നുള്ള ഒരു ബോർഡും കൂടെ കഴിഞ്ഞാലാണ് സമാധാനമാവുക. അങ്ങനെ നമ്മുടെ ആ ബോർഡ് ഇതാ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ ചുരത്തിലേക്ക് കയറുമ്പോഴേ ഒരു തണുത്ത കാറ്റാണ് നമ്മളെ സ്വീകരിച്ചത്.
അറ്റ് ലാസ്റ്റ് നമ്മൾ ബത്തേരിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. മമ്മയും അമ്മച്ചിയും നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും കണ്ടപ്പോഴാണ് ഒരുപാട് സന്തോഷമായത്. നമ്മൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും 2 പേർക്കും നന്നായിട്ട് അറിയാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഡാൻസ് ക്രൂവിൻ്റെ കൂടെ ഇനി നമ്മൾ ഒരിക്കലും പോവില്ല. അത് വലിയൊരു പാടാണ് പഠിപ്പിച്ചത്. ഗൈസ്, ഇപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം എല്ലാം നന്നാക്കിയത്. ആ ഒരു നന്ദി പോലും മാസ്റ്ററിന് നമ്മളോട് ഉണ്ടായിരുന്നില്ല. ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഓർക്കുന്നത്. ജീവനോടെ എത്തിയത് ഭാഗ്യം. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ലവ് യു.